السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റബീഇന്റെ ഈ പവിത്രമായ മുഹൂർത്തങ്ങളിൽ, സമയങ്ങളിൽ അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അവിടുത്തെ കേൾക്കാൻ നാം മാറ്റിവെക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ മര്യാദകളെയും മറ്റുമൊക്കെയാണ് നാം ചർവിതചർവണം നടത്തിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ മഹത്വം, സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഏറെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകളും സ്വലാമുകളും ചൊല്ലുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തെ എല്ലാവരും ചെയ്തതുമായ ഒന്നാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ഷീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞല്ലോ, ഇദാ ദക്കർതല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പറയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പേര് നിങ്ങൾ സ്മരിക്കുകയാണെങ്കിൽ, മൊഴിയുകയാണെങ്കിൽ, ആ അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെയും നിങ്ങൾ പറയണമെന്ന് മനുഷ്യപിതാവ് അബുൽ ബഷർ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മകൻ ഷീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ ലോകത്തെ ആദ്യം മുതലേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്നുള്ളത്. തൗറാത്തിലും ഇഞ്ചീലിലും മുൻകഴിഞ്ഞ വേദങ്ങളിലെല്ലാം ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അവിടുത്തെ മേലുള്ള സ്വലാത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞപ്പോൾ അഖിമിസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തൂ, നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ് പറഞ്ഞത്. നോമ്പ് നോക്കാൻ പറഞ്ഞപ്പോഴും അങ്ങനെയാണ്. ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും സകാത്തിനെ ഓർമ്മിപ്പിച്ചപ്പോഴും ഒക്കെ അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുക. വാത്തു സകാത്ത, മറ്റൊരിടത്ത് നിങ്ങൾ സകാത്തിനെ കൊടുക്കുക, നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. ഇങ്ങനെ ഓരോ അമലുകളും നിങ്ങൾ ചെയ്യൂ എന്ന ഒരു സ്വരത്തിലൂടെയാണ്, എന്ന ഒരു ഭാവത്തിലൂടെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി, വ്യത്യസ്തമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത്, സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പന അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ ശ്രേഷ്ഠരായ മലക്കുകളും യുസല്ലൂന അലൻ നബി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്.
യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അഥവാ തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ ചൊല്ലുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ സ്വലാത്ത് ചൊല്ലുക എന്ന ഇബാദത്തിൽ നമ്മോടൊപ്പം അള്ളാഹുവും പങ്കുചേരുന്നുണ്ട് എന്നതാണ് ഈ ഇബാദത്തിൻ്റെ പ്രത്യേകത. ലോകത്ത് മറ്റൊരു ഇബാദത്തും അല്ലാഹു തആല ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എൻ്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും എൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൂ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അഥവാ ലോകത്ത് അള്ളാഹുവും നമ്മോടൊപ്പം പങ്കുചേരുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ, ഒരു അമലുണ്ടെങ്കിൽ, ഒരു സുഹൃതം, ഒരു പുണ്യകർമ്മം ഈ ലോകത്തുണ്ടെങ്കിൽ അത് അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. ഇതാണ് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇതാണ് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആ സ്വലാത്തിനെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. സ്വലാത്തില്ലാത്തൊരു ദിവസം, സ്വലാത്തില്ലാത്തൊരു രാവ്, സ്വലാത്തില്ലാത്തൊരു പകല് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനേ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ദിവസവും ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലണം എന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, കൈമാറി തന്നത്. വെള്ളിയാഴ്ച രാവ് കടന്നു വരുമ്പോൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോൾ നാം സ്വലാത്തിനെ കൂടെ കൂടെ അധികരിപ്പിക്കണം, ധാരാളമായി നാം അധികരിപ്പിക്കണം. അത്തരം രാവുകളും അതുപോലെ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12-ന്റെ രാവ്, അതൊക്കെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്വമുള്ള രാവുകളെ കൂട്ടത്തിൽപ്പെട്ട രാവാണ്. ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ 12-ന്റെ രാവ് അതൊരു വല്ലാത്ത രാവാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം വെള്ളിയാഴ്ച രാവും റബീഉൽ അവ്വൽ 12-ന്റെ രാവും സംഗമിക്കുന്ന രാത്രിയാണ്. ആ രാത്രിക്ക് ശൈഖന്മാരൊക്കെ പറഞ്ഞതനുസരിച്ച് വലിയ മഹത്വവും പോരിശയുമുണ്ട് എന്നാണ്. അള്ളാഹു അന്നത്തെ രാവുകളെ കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ നമ്മയൊക്കെ അള്ളാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച രാവുകളിലും വെള്ളിയാഴ്ച രാവുകളിലും പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലണം. അതല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര സ്വലാത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മേൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലിയ ഒരാളെ മേലിൽ അല്ലാഹു തആല വേറൊരു സ്വലാത്ത് ചൊല്ലുക? അഥവാ അവനിക്ക് രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ ഗുണത്തിന് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ ഭാഷ്യം എന്ന് നാം മനസ്സിലാക്കണം. അപ്പം നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല 10 സ്വലാത്ത് നമുക്ക് വേണ്ടി ചൊല്ലുന്നു. നാം 10 സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല 100 സ്വലാത്ത് നമുക്ക് വേണ്ടി ചൊല്ലുന്നു. ഇത്രമേൽ പുണ്യമുള്ള ഒരു അമല് ഈ പ്രപഞ്ചത്തിൽ മറ്റെന്താണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എത്രയോ സ്വലാത്തുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചവരായിരുന്നു. ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചില്ലേ, നബിയെ, ഞാൻ എത്രയാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? അങ്ങനെ ഓരോ കണക്ക് ചോദിച്ച് അവസാനം അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി ചോദിച്ചല്ലോ, നബിയെ, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും അങ്ങയേക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ മേലുള്ള സ്വലാത്താക്കട്ടെയോ? അപ്പം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അതെ, അതിനും അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുകയാണ്. എന്നാൽ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും അതുകൊണ്ട് നിനക്ക് നീങ്ങിക്കിട്ടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വലാത്തൊരു വലിയ മരുന്നാണ്, സ്വലാത്തൊരു വലിയ ആയുധമാണ്, സ്വലാത്തൊരു വലിയ പരിചയമാണ്, സ്വലാത്തൊരു വലിയ പ്രകാശമാണ്. നാളെ ഖബറിൽ നമുക്ക് പ്രകാശം ലഭിക്കുന്ന ഒരു അമലാണ് നാം ജീവിതത്തിൽ ചൊല്ലിവെച്ച സ്വലാത്തുകൾ. നാളെ നരകത്തെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കുന്ന പരിചയമാണ് നാം ജീവിതത്തിൽ ചൊല്ലിയ സ്വലാത്തുകൾ. ഇങ്ങനെ ഏത് സമയത്തും നമുക്കുള്ള ആശ്വാസമാണ്, പ്രതീക്ഷയാണ് അസ്വലാത്തു അലൻ നബിയ്യ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ഈമാൻ ഉറക്കണമെങ്കിൽ, ഒരാളുടെ ഹൃദയത്തിലേക്ക് ഈമാന്റെ ജ്വാല കത്തണമെങ്കിൽ, നാം നമ്മുടെ യഥാർത്ഥ മുറബ്ബിയായ ആത്മീയ ഗുരുവിൽ ലയിക്കണമെങ്കിൽ, ഒരു ആത്മീയ ഗുരുവിനെ, ഒരു ആത്മീയ ഗൈഡിനെ, ഒരു സ്പിരിച്വൽ മെന്ററെ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം നിത്യമായി സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കണം. അതിലൂടെ ആ സ്വലാത്തുകൾ നമ്മെ മുറബ്ബിയായ ശൈഖിൻ്റെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ ഉസ്താദുമാർ നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് സ്വലാത്ത് നമ്മുടെ ഒരു ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഒരു ആത്മീയ ഗുരുവിലേക്ക് അത് നമ്മളെ ചേർത്തിത്തരും. ആ സ്വലാത്ത് തിന്മകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, ഹറാമിൻ്റെ, തെറ്റിൻ്റെ, മോശത്തരങ്ങളുടെ, തമ്മാടിത്തരങ്ങളുടെ, തോന്നിവാസങ്ങളുടെയൊക്കെ പടുകുഴിയിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന ഒരേ ഒരു അമൽ അസ്വലാത്തു അലൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കത്തിജ്വലിക്കുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് എത്ര പെട്ടെന്ന് കെട്ടുപോകുമോ, അണഞ്ഞു പോകുമോ, അതുപോലെയാണ് സ്വലാത്ത് മനുഷ്യന്റെ പാപങ്ങളെ കത്തിക്കരിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ സ്വലാത്ത് ഒരു വലിയ കാര്യമാണ്, ഒരു കാരണമാണ്. അള്ളാഹു പതിവാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ അസുഖങ്ങൾ, ടെൻഷനുകൾ എല്ലാം ഹബീബായ തങ്ങളമ്മയുള്ള സ്വലാത്തിലൂടെ നമുക്ക് നീക്കിയെടുക്കാൻ, മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ്. ജീവിതം മുഴുവനും സ്വലാത്ത് ചൊല്ലി നടന്ന മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പണി എന്താ? സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സദാസമയത്തും സ്വലാത്ത്. സ്വലാത്തില്ലാത്തൊരു സമയം, ഒരു നിമിഷം, ഒരു സെക്കൻഡ് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ സ്വലാത്തിനെ ഹരമാക്കി മാറ്റിയവർ. ബഹുമാനപ്പെട്ട ഇന്നലകൾ കഴിഞ്ഞു പോയ ഔലിയാക്കന്മാരൊക്കെ അവർ നിത്യമായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയവരായിരുന്നു എന്ന് മാത്രമല്ല, സ്വലാത്തുകൾ ചൊല്ലിപ്പിക്കാൻ, ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തവരായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ തിർപ്പനഞ്ചി ഉസ്താദിനെ പോലെ, അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, അവാർഡ് ഉസ്താദിനെ പോലെ ധാരാളം മഹാന്മാർ, ഈ അടുത്ത കാലങ്ങളിൽ നമ്മിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ മഹാന്മാർ, അവരൊക്കെ അങ്ങനെയായിരുന്നു. അവർ ധാരാളം ചൊല്ലി അതിൻ്റെ ആ ഒരു അകസത്തയെ, അസ്റാറുകളെ, അൻവാറുകളെ, ഫൈവാനാത്തിനെ അവർ കരസ്ഥമാക്കി. അതുപോലെ അവർ ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അതിനൊക്കെയും നാം മാതൃക കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അതിലൂടെ നമുക്ക് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താൻ പറ്റും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കുള്ളൊരു അത്താണിയായ സ്വലാത്ത് മാറും. നാളെ മീസാനിൽ ഒരുത്തൻ്റെ നന്മയെ അള്ളാഹു തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ തിന്മക്ക് മുൻതൂക്കം വരികയാണ്, ഭാരം വരികയാണ്. നന്മ ഇങ്ങനെ തായോട്ട് പോകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ വന്നിട്ട് ഒരു പൊതി, ഒരു കവർ, ഒരു പാർസല് ആ നന്മയുടെ തട്ടിലേക്ക് ഇടുമെന്നാണ്. അപ്പോൾ അവൻ്റെ നന്മക്ക് മുൻതൂക്കം വരികയും തിന്മ അടിയിലോട്ട് തായോട്ട് പോവുകയും ചെയ്യുന്നു. എന്താണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കവറിൽ, ആ പാർസലിൽ കൊണ്ടുവന്നിട്ടത്? അസ്വലാത്തു അലൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ നാം ചൊല്ലിവെച്ച സ്വലാത്തുകളാണ്. അങ്ങനെ നമ്മുടെ സ്വലാത്ത് അത് നമുക്ക് ഏത് സമയത്തും ഏത് ലോകത്തും വലിയ രക്ഷയാണ്. അതുകൊണ്ട് സ്വലാത്തിൻ്റെ അഹലുകാരായി നമ്മൾ മാറണം. സ്വലാത്തില്ലാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനേ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനാൽ നമ്മുടെ ഖൽബും അവിടുത്തോടുള്ള സ്വലാത്തിനാൽ നമ്മുടെ നാവും അല്ലാഹു തആല സദാസമയത്തും ഹയാത്താക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലി ഇന്നലകളിൽ ഹബീബായ തങ്ങളെ രാവിൻ്റെ രാത്രികളുടെ കിനാവുകളിൽ കണ്ട മഹാന്മാരുടെ ആശിക്കീങ്ങളുടെ ചരിതങ്ങൾ എത്രയാണ്. വെള്ളിയാഴ്ച രാവ്, സ്വലാത്തിൻ്റെ രാവ്, ആശിക്കീങ്ങളുടെ പെരുന്നാളിൻ്റെ രാവ്. എത്ര ആശിക്കീങ്ങളാണ് ഓരോ വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ടത്. മൻ റഅ വജ്ഹക യസ്അദ്, നബിയേ, അങ്ങയുടെ വദനം കണ്ടവർ, അങ്ങയുടെ ആ മുഖം കണ്ടവർ, യസ്അദ്, അവർ വിജയിച്ചിരിക്കുന്നു. അല്ലാഹു തആല ഹബീബായ തങ്ങളെ കാണാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന് പറ്റുന്നൊരു കണ്ണാക്കി നമ്മുടെ കണ്ണുകളെയും, അവയവങ്ങളാക്കി നമ്മുടെ അവയവങ്ങളെയും, നാവാക്കി നമ്മുടെ നാവുകളെയും അള്ളാഹു മാറ്റിത്തരട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ
ധാരാളം സ്വലാത്തുകൾ ചൊല്ലി 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 ആ ഇഷ്കിൻ്റെ ബഹറിൽ ആണ്ട് മുത്തുനബി തങ്ങളിലേക്ക് ചേർന്നു നിൽക്കാൻ നമ്മുടെ മശായിഖിലൂടെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.